ഹൈ ട്രേഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ 3 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് അതിലെടുക്കുന്ന കംപ്ലീറ്റ് ട്രേഡ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മളൊരു ചലഞ്ച് നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ലെങ്തി ആയി. ഇപ്പൊ ഏകദേശം എന്താ പറയാ 3.5 മാസത്തോളമായി ഗൈസ് നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ട്രേഡ് എടുക്കാൻ തുടങ്ങിയിട്ട്. അതിൽ ഏകദേശം 19-20 പേരുണ്ടായിരുന്നു. അതിലിപ്പോ ആകെ 3 പേരാണ് ഗൈസ് പാസ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ബ്രീച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ എടുത്തിരുന്നത് എന്താ പറയാ ഹയർ ടൈം ഫ്രെയിം ട്രേഡ്സുകളായിരുന്നു. വീക്കിലി ഒന്നോ രണ്ടോ ട്രേഡ്സ് ആയിരുന്നു. അതും 0.5% റിസ്ക് ചെയ്തിട്ടാണ് ഗൈസ് നമ്മളൊരു എന്താ പറയാ നമുക്ക് 2 മാസം നല്ല ലൂസിങ് സ്ട്രീക്ക് ആയിരുന്നു. പിന്നെ നമുക്ക് മൂന്നാമത്തെ മാസം ആയപ്പോൾ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് എത്തി. നമ്മൾ പ്രോഫിറ്റ് 8% അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്തത് $2 ലക്ഷം അക്കൗണ്ട് ആയിരുന്നു ഗൈസ്. ആൽഫ ക്യാപിറ്റലിലെ 200K അക്കൗണ്ട് ആയിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത്. കണ്ടോ, നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ അത്യാവശ്യം കുറച്ച് നാൾ നല്ല ഡ്രോ ഡൗണിൽ തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മളത് അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട്, കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഡിസ്കോഡിൽ കറക്റ്റ് നമ്മൾ സെറ്റപ്പുകൾ ഷെയർ ചെയ്യുമ്പോൾ ട്രേഡ് പ്ലസ് റിസ്ക് മാനേജ്മെന്റ് നമ്മൾ പറയും. അതുപോലെ ആയിരിക്കും എല്ലാവരും ട്രേഡ്സ് എടുക്കുക. ഓക്കെ, അപ്പൊ അതില് കുറെ പേര് ഓവർ ട്രേഡ് ചെയ്തിട്ട് എന്താ പറയാ ബ്രീച്ച് ആയി പോയി. അതിൽ ഒന്ന് രണ്ട് പേര് ഇതിന് മുന്നേ എന്നെക്കാൾ മുന്നേ പാസ്സായവരുണ്ട്. അവരെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പിന്നെ മെസ്സേജ് ഒന്നും കണ്ടില്ല. അപ്പോ നമ്മളിപ്പോ ഫസ്റ്റ് ബേസ് പാസ്സായിട്ടുണ്ട് ഗൈസ്. ഏകദേശം നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോ ഗായ്സ് ഇതാണ് സംഭവം. എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആയിട്ടുള്ള പരിപാടിയല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്തിട്ട് നമ്മുടെ റൂള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ എന്താ പറയാ പ്രോഫിറ്റിലേക്ക് എത്തും ഗായ്സ്. ഇതാണ് അതിന്റെ തെളിവ്. ഇതിന് വലിയ തെളിവ് നമുക്ക് കാണിക്കാനില്ല. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ട് എന്താ പറയാ ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ്സ് എടുക്കുക, കറക്റ്റ് ആയിട്ട് മണി മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസസ് ഉണ്ടാവാൻ കാശ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 3.5 മാസത്തിന് മുകളിലായിട്ട് നമ്മൾ ഈ അക്കൗണ്ട് അടിച്ചു പോവാതെ നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്തു, മനസ്സിലായോ? എന്നിട്ട് അവസാനത്തെ ഒരു മാസമായപ്പോഴാണ് നമുക്ക് വിന്നിങ് സ്ട്രീക്ക് വന്നിട്ട് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിയത്, മനസ്സിലായോ? അപ്പോ കൂടുതൽ ഞാൻ ട്രേഡുകൾ ഇതിൽ സ്വിംഗ് ട്രേഡ് ആണ് ഗൈസ് ഞാൻ കൂടുതൽ ഇതിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സെക്കൻഡ് പേസ് ആണ് ഗൈസ്. സെക്കൻഡ് പേസ് 5% ടാർജറ്റ് ആണ്. 5% നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ടൈം ഒന്നും നോക്കുന്നില്ല, അൺലിമിറ്റഡ് ടൈംസ് അല്ല ഗൈസ്. നമുക്ക് പതുക്കെ അച്ചീവ് ചെയ്താൽ മതി. വെറും 5% ഉള്ളൂ. ഞാൻ ഓവർ ട്രേഡ് ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല. പ്രോപ്പർ ആയിട്ട് ഒന്നോ രണ്ടോ സെറ്റപ്പ് കിട്ടിയാൽ മാത്രം ട്രേഡ് ചെയ്യും, ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. അപ്പോ അങ്ങനെയാണ് ഗൈസ്. അപ്പോ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ $5,000 നമ്മൾ ഏകദേശം $29,000 അടുത്തേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോ അതിന്റെ കറന്റ് ഇക്വിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കറന്റ് ഇക്വിറ്റി ഏകദേശം $33,000 അടുത്തായി ഗൈസ്. ഓക്കെ, ഇപ്പൊ അതിൽ കുറച്ച് ട്രേഡ്സ് ഹോൾഡിംഗ് ആണ് ഞാൻ. ഞാനിതിലെടുത്ത ട്രേഡ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ നമ്മളിപ്പോ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിലായിരിക്കും നമ്മുടെ ട്രേഡ്സ് കംപ്ലീറ്റ് നമ്മൾ ഷെയർ ചെയ്യുക. ഇതിന്റെ കംപ്ലീറ്റ്ലി വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത അടുത്ത പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. $5,000 to $50,000 അടുത്ത് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോ അറിയില്ല, ഇതിൽ ഭയങ്കര റിസ്ക് ആണ് ഗൈസ്. ഇതിൽ ഞാൻ ഫണ്ടഡ് ഫെയിംസിൽ ചെയ്യുന്ന പോലെ 0.5% 1% ഒന്നും അല്ല ചെയ്യുന്നത്. ഞാൻ 5 to 10 15% വരെ ഞാൻ ലാസ്റ്റ് ട്രേഡിലൊക്കെ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോമ്പൗണ്ടിങ് ആണ്. ഇതിന്റെ കറക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഹാപ്പി ട്രേഡിംഗ്.